ഒരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ബലഹീനതകൾ എല്ലാവരോടും തുറന്നു പറയുന്നത് എപ്പോഴും നല്ലതാണോ? അല്ല, ചിലപ്പോൾ നമ്മൾ മറ്റുള്ളവരോട് കാണിക്കുന്ന നമ്മളുടെ മുറിവുകൾ തന്നെ മറ്റുള്ളവർക്ക് നമ്മളെ ആക്രമിക്കാനുള്ള ആയുധമായി മാറിയേക്കാം. ഒരു കഥ പറയാം. മഞ്ഞുമൂടിയ ഒരു വലിയ മൈതാനം. അവിടെ ഒരു കൂട്ടം ചെന്നായ്ക്കൾ ജീവിച്ചിരുന്നു. ആ കൂട്ടത്തിലെ ഏറ്റവും ശക്തനായ ചെന്നായ്ക്ക് ഒരിക്കൽ കാലിൽ ചെറിയൊരു മുറിവുണ്ടായി. വലിയ മുറിവൊന്നുമല്ല, കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അത് ഉണങ്ങിപ്പോകുമായിരുന്നു. പക്ഷേ അവൻ എന്താണ് ചെയ്തത് എന്നറിയാമോ? മുറിവ് മറച്ചു വെക്കുന്നതിന് പകരം അവൻ എല്ലാവരുടെയും മുന്നിൽ മുടന്തി നടക്കാൻ തുടങ്ങി. എനിക്ക് മുറിവേറ്റു, ഞാൻ വേദനയിലാണ് എന്ന രീതിയിൽ. അവന്റെ ലക്ഷ്യം എന്തായിരുന്നു? മറ്റുള്ളവരുടെ സഹതാപം നേടുക. അങ്ങനെ ഒരു ദിവസം ആ കൂട്ടത്തിലെ ഏറ്റവും ബലഹീനനായ ചെന്നായ അവന്റെ അടുത്തേക്ക് വന്നു. പക്ഷേ അവൻ ആ മുറിവിൽ തലോടിയില്ല, സഹതപിച്ചില്ല. പകരം ചോരയൊലിപ്പിച്ചുകൊണ്ടിരുന്ന അതേ മുറിവിൽ ശക്തമായി കടിച്ചു. ആ വേദനയിൽ ആ ശക്തനായ ചെന്നായി എന്തു ചെയ്തു? തിരിച്ചടിച്ചില്ല, വാൽമടക്കി പിന്നിലേക്ക് മാറി. അത്രമാത്രം. പക്ഷെ ആ ഒരു നിമിഷം മതിയായിരുന്നു. അവന്റെ ആ ഒരു സെക്കൻഡിലെ ബലഹീനത കണ്ടപ്പോൾ മറ്റുള്ള ചെന്നായ്ക്കൾക്ക് ഒരു കാര്യം മനസ്സിലായി. ഇവനിനി പഴയതുപോലെ ശക്തനല്ല. പിന്നെ സംഭവിച്ചത് വളരെ ക്രൂരമായിരുന്നു. മറ്റുള്ള ചെന്നായ്ക്കൾ അവനെ ചുറ്റും കൂടി ആക്രമിച്ചു. അവസാനം അവിടെ ബാക്കിയുണ്ടായിരുന്നത് കുറച്ച് രക്തവും വെളുത്ത അസ്ഥികളും മാത്രം. ഇനി ചോദിക്കാം, അവനെ നശിപ്പിച്ചത് ആ ചെറിയ മുറിവായിരുന്നു? അല്ല, മുറിവ് മാത്രമായിരുന്നില്ല കാരണം. ആദ്യത്തെ ആക്രമണത്തിൽ അവൻ പിന്നോട്ട് പോയതും സ്വന്തം ബലഹീനത എല്ലാവരെയും കാണിച്ച് സഹതാപം പിടിച്ചുപറ്റാൻ ശ്രമിച്ചതുമാണ് അവന്റെ സ്ഥിതി കൂടുതൽ മോശമാക്കിയത്. ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിലും സംഭവിക്കാറുണ്ട്. നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ പരാജയങ്ങൾ, നമ്മുടെ ഭയങ്ങൾ, നമ്മുടെ ബലഹീനതകൾ ഇതെല്ലാം എല്ലാവരോടും തുറന്നു പറയുമ്പോൾ ചില നല്ല മനുഷ്യർ നമ്മളെ മനസ്സിലാക്കും, നമ്മളോട് സഹതപിക്കും. പക്ഷേ എല്ലാവരും അങ്ങനെ ആയിരിക്കണമെന്നില്ല. ചിലർ നിങ്ങളുടെ വേദന മനസ്സിലാക്കാൻ വേണ്ടി കേൾക്കും, പക്ഷെ ചിലർ നിങ്ങളുടെ വേദന എവിടെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി കേൾക്കും. ആ വ്യത്യാസം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നിങ്ങളുടെ മുറിവ് ഒരു നല്ല മനുഷ്യനിൽ സഹതാപം ഉണ്ടാക്കിയേക്കാം, പക്ഷേ തെറ്റായ ഒരാളുടെ കയ്യിൽ അതൊരു ആക്രമിക്കാനുള്ള അവസരമായി മാറിയേക്കാം. അതുകൊണ്ട് ജീവിതത്തിൽ എത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടായാലും എല്ലാവരുടെ മുന്നിൽ അത് തുറന്നു കാട്ടേണ്ട ആവശ്യമില്ല. നിങ്ങൾ വേദനിക്കുന്നുണ്ടെങ്കിൽ അത് അംഗീകരിക്കുക. സഹായം ആവശ്യമുണ്ടെങ്കിൽ ശരിയായ ആളോട് സഹായം ചോദിക്കുക. പക്ഷേ നിങ്ങളുടെ മുറിവുകൾ എല്ലാവരെയും കാണിക്കേണ്ടതില്ല. കാരണം ശക്തനായ ഒരാൾക്ക് വേദനയില്ല എന്നല്ല, വേദന ഉണ്ടായിട്ടും അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാമെന്നതാണ് യഥാർത്ഥ ശക്തി. അതിനാൽ ഉള്ളിൽ എത്ര വലിയ കൊടുങ്കാറ്റുണ്ടായാലും പുറത്തൊരു ശാന്തത നിലനിർത്താൻ പഠിക്കുക. എല്ലാവരോടും എല്ലാം പറയേണ്ടതില്ല. എല്ലാവരും നിങ്ങളുടെ കഥ കേൾക്കാൻ അർഹരല്ല. നിങ്ങളുടെ മുറിവുകൾ ആരെ കാണിക്കണമെന്നത് പോലും നിങ്ങളുടെ ശക്തിയുടെ ഭാഗമാണ്. ഇതോർക്കുക, നിങ്ങളുടെ പ്രശ്നങ്ങൾ എല്ലാവരോടും പറയേണ്ടതില്ല. കാരണം ചിലർ നിങ്ങളുടെ വേദന മനസ്സിലാക്കാൻ കേൾക്കും, എന്നാൽ ചിലർ നിങ്ങളുടെ ബലഹീനത എവിടെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി കേൾക്കും. ഇത്തരത്തിലുള്ള ചിന്തകളും ജീവിത പാഠങ്ങളും നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ജസ്റ്റ് ഫോളോ മീ. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു സോ മച്ച്.